ഒരു വീടിട്ടുണ്ടായിരുന്നു ഇയാള്. എനിക്കറിയില്ല ഇയാളുടെ പ്രശ്നം എന്താണുള്ളത്. ഞാനും ആശും എങ്ങനെ ജീവിച്ചാലും അല്ലെങ്കിൽ ഞാൻ എന്ത് തരത്തിൽ ജീവിച്ചാലും ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്താലും ഇയാൾക്ക് എന്താണ് പോവാനുള്ളത്? ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടുന്നത്? എന്റെ ഫാമിലിക്കോ എന്റെ കൂടെ നടക്കുന്ന പാർട്ട്ണറായ ആശിക്കോ എന്റെ മറ്റുള്ള ഫ്രണ്ട്സുകൾക്കോ ഇല്ലാത്ത വേവലാതിയും വിഷമം എന്തിനാണ് ഇയാൾക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെനിക്ക് ഇഷ്ടമില്ല. എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിനായിട്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ. പിന്നെന്താ പറഞ്ഞ അന്നെ നക്കിമ്മാനെ എന്താ ഏതോ തുമ്പിനെയും പറയണം, എന്നാലാണ് എനിക്ക് റീച്ച് ആവത്തുള്ളൂ, ഞങ്ങൾക്ക് ഫേമസ് ആവണ്ടേ. എന്നിട്ട് അതിന്നാണല്ലോ അരി മേടിക്കുന്നത്. എടാ നായി അന്റെ മാതിരിയല്ല ഞാന് ഈ ഇതും കെട്ടി അവിടെയും പോയി നിന്ന് അവരിരുന്ന് നക്കാപ്പിച്ച കൈ ഇറന്ന് വാങ്ങിക്കുന്ന സംഭവം അല്ലെങ്കിൽ ലൈവിൽ ഇരുന്നിട്ട് ഇറന്നിട്ടോ ഒന്നും അല്ല ഞാൻ തിന്നണത്. യൂട്യൂബ് ചാനൽ ഒന്ന് റീച്ച് ആക്കണം. കാരണം ഇപ്പോ വരുമാനം ഒന്നുമില്ല. അപ്പൊ വേറെ പണി UAE കയറാനും പറ്റൂല. അവിടുന്ന് അവര് ബാൻ ചെയ്ത് വിട്ടു. കാരണം ആൾമാറാട്ടത്തിൽ അവര് കേസെടുത്തിട്ട് തന്നെ ബാൻ ചെയ്ത് വിട്ടു. അപ്പോ അണക്കിപ്പോ എന്തെങ്കിലും ചെയ്തിട്ട് ഇപ്പൊ എന്റെ യൂട്യൂബ് ഇതാക്കിയിട്ട് ആശാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതാക്കണേ, ഇതാക്കണേ. ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ആണായിട്ട് ഈ അവിടുന്ന് എടാ കല്യാണം കഴിച്ചില്ല നീ? ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ആണായിട്ട് ഈ ഇവിടെ വന്ന് നിന്നിട്ട് ഈ മേക്കപ്പ് ഇട്ട് പൊട്ടിയിട്ടിട്ട് ചിരട്ടിയും വെച്ച് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നാക്കി നിന്നിട്ട് എന്റെ പച്ചമാംസം തിന്നു. എന്ത് പച്ചമാംസം ഞാൻ തിന്നു? അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഈ അണക്ക് ചെയ്യാ. നമ്മളത് പറയുമ്പോഴോ എനിക്കൊരു തണ്ടിനും പേടിയില്ല. എന്നിട്ട് ഇങ്ങനെ വിടുവായി തരം പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും അവന്മാര് നിൽക്കുന്ന അന്നെ സപ്പോർട്ട് ചെയ്യാൻ അന്റെ ചോയുള്ള ആൾക്കാരുണ്ടാവും. അല്ലാതെ എല്ലാരും ഉണ്ടാവില്ല. ട്രാൻസ്ജെൻഡർ പോലും അന്നെ സപ്പോർട്ട് ചെയ്യില്ല. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? ഈ കോമാളിത്തരം കാണിക്കുന്നവരല്ല ട്രാൻസ്ജെൻഡർമാര്. അവർക്ക് അവരൊരു നിലപാടുണ്ട്. ഈ അതാ ഈ ആണ എന്നിട്ട് കിട്ടി സമാധാനം.